നമസ്കാരം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ, നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ ദിവസം ഓരോ പ്ലെയറിനെ സൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കിങ്ങനെ പ്രതീക്ഷ വർദ്ധിക്കാം. പക്ഷേ ഇന്നത്തെ സൈനിങ് അതൊരു വെറൈറ്റി സസ്പെൻസ് ആയിപ്പോയി. കാരണം എന്താ പറയുക, ഈ പ്ലെയറാണ് ലൂയിസ് മാത്യാസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ DMF ആണ്. പക്ഷേ സെൻട്രൽ ബാക്കിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സ് CB ആയിട്ടാണ് എടുത്തിട്ടുള്ളതെന്ന് അറിയില്ല. റൗളിൻ ബോജസൊക്കെ DMFൽ ഓൾറെഡി ഉള്ളതല്ലേ. പറഞ്ഞു വരുന്നതല്ല, ലൂയിസ് മാത്യാസ് എന്ന് പറഞ്ഞ പ്ലെയറിനെ ആ ഒരു പ്ലെയറുടെ പേര് ക്രോമിൽ അടിച്ചു നോക്കി. വിക്കിപീഡിയ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ, പ്ലെയറുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എവിടെ കളിച്ചു നമുക്കറിയില്ലല്ലോ. അങ്ങനെ ക്രോമിൽ സെർച്ച് ചെയ്ത് നോക്കി. സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കാണാനില്ല. കാരണം ഈ പ്ലെയറിന് വിക്കിപീഡിയ ഇല്ല. ലൂയിസ് മാത്യാസ് എന്ന് അടിക്കുമ്പോൾ വേറെ ഏതൊക്കെയോ മാത്യൂസാണ് വരുന്നത്. വേറെ ഏതോ ചെക്കന്മാരെ മാത്യൂസും പിന്നെ കുറച്ച് പ്രായമായ ഒരു വയസ്സൻ മാത്യൂസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ മാത്യൂസിനെ ലൂയിസ് മാത്യാസിനെ കാണാനില്ല. പിന്നെ നമ്മൾ അതിനുശേഷം കുറേ സൈറ്റിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ ഒരു ഡീറ്റെയിൽസും ഇൻഫർമേഷനും കിട്ടാനില്ല. പിന്നെ ഒരാളോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇപ്പം കഴിഞ്ഞ സീസണിൽ ഗോകുലം കേരളയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ഗോകുലം കേരളയിലാണ് കാണിക്കുന്നത്. വേറെ ഒരു ഡീറ്റെയിൽസും ഇല്ല കേട്ടോ. പിന്നെ ഏതോ B ടീമിനോ C ടീമിനോ ഒക്കെ കളിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചു, എന്താ ഇപ്പോൾ ഇത് അവസ്ഥ, ഇവൻ ഈ പ്രാവശ്യം വന്നുകാണ്ട് ഫ്ലോപ്പ് ആവുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ പറയുക, കഴിഞ്ഞ ഒരുപാട് സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് പമ്പൻ ഹൈപ്പേറ്റ് കൊണ്ടുവന്ന പ്ലേയേഴ്സ് 1-2 ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് ആഫ്രിക്കൻ കോംബോ എന്ന് പറഞ്ഞുകൊണ്ട് കോനെ കോസ്റ്റ ദ ആഫ്രിക്കൻ സിംഹങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ എന്ന് പറഞ്ഞിട്ട് കൊടുന്ന് ലാസ്റ്റ് എന്താണ്ടായത്, തുള വീണു. കാലിൻ്റെ അടി കൂടെ ബോൾ മിസ്സാവൽ തുടങ്ങി. തുരുതുരാ തുള. അവസാനം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ ഒന്നും ചെയ്യാനില്ല, വെറുതെ അവിടെ നിൽക്കുക. കാരണം അമ്മാതിരി ഡിഫൻസീവ് മിസ്റ്റേക്ക് വന്ന് വമ്പൻ ഹൈപ്പേറ്റ് കൊണ്ടുവന്ന്. രണ്ടാമത്തത് ദിമിത്രിയോസ് ബെർബറ്റോ, എന്താ പേര്, ബെർബറ്റോ മനസ്സിലായില്ലേ? അപ്പോൾ ബെർബറ്റോവിൻ്റെ കൊണ്ടുവന്ന് അന്നെന്താ പറഞ്ഞത്, ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഇവിടെ കളി ഉണ്ടാവുക, യുണൈറ്റഡിൻ്റെ കളി ഉണ്ടാവും ഇവിടെ, വെസ്റ്റ് ബ്രൗണും ബെർബറ്റോവും. പിന്നെ അന്നത്തെ യുണൈറ്റഡിൻ്റെ കോച്ചൊക്കെ വരുമ്പോൾ എതിർ ടീമുകളൊക്കെ ഉണ്ട്, വിറക്കും. അവസാനം എന്തായി, തോറ്റ് തുന്നം പാടിയ സീസണിൽ. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾക്ക് കാണിച്ചേക്കാം. ഇനി വേറെ കാണാം, പൊപ്ലാനിക്ക് സ്റ്റോയാനോവിക്ക്. ആ ഒരു കോംബോ ബ്ലാസ്റ്റേഴ്സിൽ വർക്കാവുന്ന പറഞ്ഞിട്ട് അവസാനം എന്തുണ്ടായി. പക്ഷേ എന്താ പറയുക, ഈ സൈനിങ് ലൂയിസ് എന്താ പറയുക, പേര് കിട്ടുന്നില്ലല്ലോ. അതായത് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള പ്ലെയർ ഉണ്ടല്ലോ, അത് തകർക്കും. കാരണം ഒരു ഹൈപ്പും ഇല്ലാതെ വന്നിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിക്ക്. സാധാരണ ഹൈപ്പിൽ വന്ന പ്ലെയേഴ്സൊക്കെ ഫ്ലോപ്പ് ആവേണ്ട ചരിത്രമുള്ളൂ, എല്ലാവരും കേട്ടോ, കുറച്ച് ആൾക്കാർ. പക്ഷേ ഹൈപ്പില്ലാതെ വരുന്നതൊക്കെ അടിപൊളിയാവുന്നുണ്ട്. ഇപ്പോൾ സീഡോൻ്റെ കാര്യമായാലും വേണ്ടില്ല, ഒരുപാട് പ്ലേയേഴ്സൊക്കെ എത്ര കാണിച്ചു തരണം, ജെറോ, അങ്ങനെ എത്ര പ്ലേയേഴ്സ് ഹൈപ്പില്ലാതെ വന്നുകൊണ്ട് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു പ്ലെയർ ആകും ഈ ഒരു പ്ലെയർ. അത് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളും നല്ല ഹെവി ആയിട്ടുള്ള ചരിത്രമൊന്നും ഇല്ലാത്തൊരു പ്ലെയർ തന്നെയാണ്, സമ്മതിച്ചു. പക്ഷേ എന്താ പറയുക, ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ട് എങ്ങനെ കളിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ കഴിഞ്ഞ കാലത്തെ ചരിത്രം നോക്കിയിട്ട് കാര്യമില്ല. മാർക്കറ്റ് വാല്യൊക്കെ വളരെ കുറവാണ് ഈ പ്ലെയറെ. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ട് ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പ്ലെയർ ഇവിടെ വന്നിട്ട് പൊരിക്കും. കാരണം ഹൈപ്പില്ലാതെ വന്ന പ്ലെയറാണ്. ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറഞ്ഞാൽ പൊതുവേ ആർക്കും വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇമ്മാതിരി അവസ്ഥയെ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ. എന്നാൽ ഈ സീസണിൽ നടക്കാൻ പോകേണ്ടത് മറിച്ചായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഇന്ന് സൈൻ ചെയ്തിട്ടുള്ള സ്പാനിഷ് DMF പ്ലെയർ ആയാലും മാത്യാസ്, അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുന്ന തോന്നുന്നുണ്ട്. കാരണം ഹൈപ്പും കാര്യങ്ങളൊന്നും ആരും കൊടുത്തിട്ടില്ല, ആരും മൈൻഡാക്കിയിട്ടില്ല. പക്ഷേ പ്ലെയർ ഇവിടെ വന്നിട്ട് അടിപൊളിയായിട്ട് കളിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോളി. ഒരുപാട് ഹൈപ്പും ഇല്ല, ചരിത്രവും ഇല്ല, വമ്പൻ ടീമിൽ കളിച്ച പരിചയമില്ല. ആകെ B ടീമിലോ C ടീമിലോ ഒക്കെ കളിച്ചു. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ട് ഈ പ്ലെയർ ചരിത്രം തിരുത്തി കുറിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോക്കേ.